നല്ലൊരു കട്ടൻ ചായയും കേൾക്കാൻ നല്ല സുഖമുള്ള നല്ലൊരു മെലഡിയും പുറത്ത് നല്ല മഴയും ഇതേ മാമൻ തീ പൂട്ടിയിട്ടോ. അപ്പോൾ വിശേഷം എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഇപ്പോൾ പറഞ്ഞേരേ. ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുമ്പോഴാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞത്, മേടത്തിലെ തിരുവോണം നാളിലാണ് എൻ്റെ പിറന്നാൾ വരുന്നതെന്ന്. അത് കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ ഇന്ന് അച്ഛൻ്റെ പിറന്നാൾ അങ്ങ് ആഘോഷിക്കാമെന്ന്. ആ ആഘോഷത്തിൻ്റെ പിറന്നാൾ സദ്യയുടെ ഒരുക്കങ്ങളാട്ടോ നിങ്ങൾ ഈ കാണുന്നതൊക്കെ. സദ്യ ഉണ്ടാക്കുന്നത് മൂത്ത മകൾ തന്നെ കേട്ടോ. വലിയമ്മയ്ക്ക് സദ്യ ഉണ്ടാക്കാനൊക്കെ നന്നായിട്ട് അറിയാം. കാരണം വലിയമ്മ ഈ കല്യാണത്തിന് പോകുന്ന പാചകക്കാരുടെ കൂടെയൊക്കെ ഹെൽപ്പറായിട്ട് പോകുന്ന. വലിയമ്മ മാത്രമല്ല കേട്ടോ, അമ്മയും പോകലുണ്ട്. അപ്പോൾ അവർക്ക് ഏകദേശം 70 ആൾക്കാർ അല്ലെങ്കിൽ 50 ആൾക്കാർക്ക് വേണ്ട സദ്യ ഒരുക്കാനൊക്കെ നല്ല അറിവാണ്. അപ്പോൾ അവരാണ് ബില്ലിട്ട് തന്നതും. ഞങ്ങൾക്ക് ഈ കഷ്ണം നുറുക്കി കൊടുക്കൽ മാത്രമേ ഉള്ളൂ. കുക്കിങ്ങൊക്കെ വലിയമ്മയാട്ടോ ചെയ്യുന്നത്. നല്ല അടിപൊളി സദ്യ തന്നെ വലിയമ്മ ഈ പിറന്നാളിന് ഒരുക്കിയിട്ടോ. അവിയലും പൈനാപ്പിൾ കിച്ചടി, തോരൻ, കാളൻ, ഓലൻ, മസാലക്കറി, രസം, മോര്, അച്ചാർ, പുളിയിഞ്ചി, പിന്നെ നല്ല അടിപൊളി സാമ്പാറും, പിന്നെ ഒന്നും പറയണ്ടല്ലോ, നല്ല അടിപൊളി പാലട പായസമൊക്കെ ഇട്ടിട്ട് ഇട്ടു സദ്യ തന്നെ അച്ചാച്ചന് വേണ്ടിയിട്ട് ഒരുക്കി. പിറന്നാൾ അങ്ങനെ കുടുംബക്കാരെ മൊത്തം വിളിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ ഈ പേരക്കുട്ടികളും ഞങ്ങളെ ഭർത്താക്കന്മാരും മക്കളും. പിന്നെ ഉള്ളത് അമ്മായിക്ക് ശ്രീദുർഗ പറഞ്ഞൊരു വീരനാട്യം ടീമുണ്ട്. ആ ടീമിലെ അംഗങ്ങളും മാമിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വിശേഷത്തിൽ. പിന്നെ ആഘോഷം ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല കേട്ടോ. ആഘോഷം ഇനിയുണ്ട്. അതിൻ്റെ അടുത്ത വീഡിയോയിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.